അപ്പം ഇന്നൊരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ വെക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. വലിയ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നൊന്ന് നോക്കി നോക്കും. അപ്പോൾ ഞാൻ ഇതവിടെ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെന്താ മല്ലിപ്പൊടി, ഉപ്പ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. കല്ലുപ്പ് കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ, കല്ലുപ്പ് കറികൾക്ക് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ആ മസാലകളൊക്കെ നന്നായിട്ട് ചിക്കനിൽ മിക്സ് ആക്കി വെക്കാം കേട്ടോ. നമുക്ക് എരിവ് ഉപ്പൊക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിവിടെ എരിവൊക്കെ നമുക്ക് ചിലവർക്ക് എരിവ് ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എരിവും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, പൊടികൾ. എന്നിട്ട് നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. നമുക്ക് എന്നിട്ട് അടുത്തത് സവാളയൊക്കെ അരിഞ്ഞ് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യാറ് കേട്ടോ. ചിക്കനൊക്കെ നമ്മൾ വിറകടുപ്പിലാണ് വെക്കാറ്. വേറെ ഒന്നുമല്ല, വലിയ പാത്രങ്ങൾ ഗ്യാസിൽ വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ വിറകടുപ്പിലാകുമ്പോൾ എല്ലാവിടെയും നന്നായിട്ട് എത്തിക്കോളും, തീ എല്ലാവിടെയും നന്നായിട്ട് എത്തും കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി റെഡിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടകം കണ്ടോ ഗെയ്സ്, ഇതൊരു ഇരുമ്പിൻ്റെ ചട്ടകമാണ്. നല്ലതാണ് കേട്ടോ, നമുക്ക് കൈ പിടിച്ച് ഇളക്കാനൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ, ഇളക്കാനൊക്കെ നല്ല ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു നല്ലൊരു ചട്ടകമാണ്, ഇരുമ്പ് ചട്ടകമാണ്. ഇവർ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു ചട്ടകമാണ് കേട്ടോ. ദോശയൊക്കെ മറിച്ചിടാനുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ, നല്ല ചട്ടകമാണ്. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ യൂസ് ആക്കുന്നത്, ഞാൻ അതാണ് കേട്ടോ ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ആ ചട്ടകം എടുത്തിരിക്കുന്നത്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒരു ഇടികല്ലിൽ ഇടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ ആവില്ല, എന്നാൽ ഒന്ന് ചതഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ ഇങ്ങനത്തെ ഇടികളിൽ ഇടിച്ചിട്ട് റെഡിയാക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടികളിൽ ഇടിച്ച ആ ഇഞ്ചി വെളുത്തുള്ളി നന്നായി ഇടിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഞാൻ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അവിടെ കറണ്ട് ഇല്ല കേട്ടോ. ഈ അടുപ്പുള്ള ഭാഗത്ത് ലൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഇരുട്ടായി കാണുന്നത് കേട്ടോ. ലൈറ്റ് നന്നായിട്ടില്ല, അതുകൊണ്ടാണ് ക്യാമറയിൽ ഇരുട്ടായി കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അങ്ങനെ തീരെ കാണായ്മയില്ല. എന്നാലും നമുക്ക് അവിടേക്ക് ചിമ്മിനീൻ്റെ താഴായതുകൊണ്ട് ആ ഒരു ഇരുട്ട്, ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ അടുപ്പിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട്, എല്ലാവിടെയും എത്തുന്ന പോലെ. എന്നിട്ട് നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഞാൻ അരിയാൻ മറന്നുപോയി, അതിപ്പോൾ വേഗം പോയിട്ട് ഞാൻ തക്കാളിയും കൂടി അരിഞ്ഞെടുത്ത് വന്നതാണ് കേട്ടോ. എന്നിട്ട് തക്കാളിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ടിട്ട് തക്കാളി ഒന്ന് നന്നായി വഴണ്ട് വന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തൈയാണ് കേട്ടോ ഇത് അത്യാവശ്യം ഒരു മരം പോലെ ആയിട്ടുണ്ട്, പക്ഷേ കറിവേപ്പില ഇല തീരെ കുറവാണ്. എന്താണെന്നറിയില്ല, ഇപ്പോഴത്തെ കാലാവസ്ഥ ആണോ എന്താണെന്നറിയില്ല കേട്ടോ. നല്ല ഇല ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. താഴെ അത്യാവശ്യം നല്ല തൈകൾ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കാം കേട്ടോ. നമ്മുടെ അടുക്കളയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മുടെ അടുത്ത് മലയാണുള്ളത്, അപ്പം അടുക്കളയിൽ നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ കാറ്റും കൂടിയല്ലേ, നല്ല രസമുണ്ട് കേട്ടോ പുറത്തൊക്കെ വന്ന് നിൽക്കാൻ. അപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് ഒരു ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. കുറച്ച് നേരം നിന്ന് നോക്കാനൊക്കെ നല്ല രസമാണ്. ആ ഒരു മഞ്ഞത്തൊക്കെ ഉണ്ടല്ലോ, മല കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് കേട്ടോ. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്, അപ്പോൾ ഞാൻ ഇടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ചൂടുവെള്ളം കൂടി ഒന്ന് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, നൂലിപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചൂടുവെള്ളം കൂടി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളമല്ല, വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ അടുത്തുള്ള കറുവത്തുങ്കായാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല മധുരവും അതേപോലെ നല്ല വലിപ്പമുള്ള കറുവത്തുങ്കായാണ്. ഫസ്റ്റ് ഇതിലുണ്ടായ കറുവത്തുങ്കായ നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ എല്ലാ വീട്ടിൻ്റെ അടുത്തുള്ളവരിൻ്റെയാണ്, തൊട്ട വീട്ടിലുള്ളവരിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ അവരുടെയും വീട് ഒരു മതിലിൻ്റെ ഗ്യാപ്പുള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടുത്ത് നോക്കി പറഞ്ഞാൽ ഒരു കൈ എത്തുന്ന ദൂരത്താണ് കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള കറുവത്തുങ്കായാണ് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ കാര്യം മറക്കരുത്. ചിക്കൻ അതിൽ തന്നെ വെള്ളമൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ നല്ല വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ കറി വയ്ക്കുമ്പോഴേ പച്ചവെള്ളം ഒഴിക്കാതെ വെള്ളം വേണമെന്നുള്ളവർക്ക്, ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ.
അപ്പോൾ ഞാൻ പിന്നെ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ, തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നന്നായി കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ ദാ എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി, എല്ലാം റെഡി ആയിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ കടുക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ മേലെ കുറച്ച് മല്ലിത്താഴിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലേ, വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, വേറെ ഇൻഗ്രീഡിയൻസ് പ്രത്യേകിച്ച് വലിയ നീട്ടി കൊണ്ടുപോകുന്ന സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ ഒരു റെസിപ്പി. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ ഞാൻ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ചൂടാറിയ ശേഷം മാവ് കുഴയ്ക്കുക കേട്ടോ. ചൂടാറിയിട്ട് മാവൊക്കെ നന്നായി കുഴച്ച് സെറ്റായി വന്നിട്ടുണ്ട്. എന്നിട്ട് നൂൽപുട്ടൊക്കെ പീച്ച് നമ്മളിതാ ഒരാവി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ വാഴയിലയിലാണ് നൂൽപുട്ട് ഉണ്ടാക്കുക, വേറെ ഒന്നുമല്ല. നമുക്ക് വാഴയില കിട്ടാനുണ്ട് കേട്ടോ, വാഴയില ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല വാഴയിലാകുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ, ആ ഒരു ഇതിൽ വാഴയിലയിലാണ് ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ ഞാനപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 2 നൂൽപുട്ട് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 നൂൽപുട്ടൊക്കെ എടുത്ത്, അപ്പോഴേക്കും സമയം ഉച്ചയായിട്ടോ. അപ്പോൾ 2 നൂൽപുട്ടൊക്കെ എടുത്ത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.